അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 42ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ സംബന്ധിച്ചാണ്. ആ ഹിജ്റയുടെ രാത്രി ശത്രുക്കൾ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അവർ രാത്രി വന്ന് വളയാൻ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തി റസൂലുള്ളാഹി സധൈര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശത്രുക്കൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുന്ന സന്ദർഭത്തിൽ ഒരു പിടി മണ്ണെറിഞ്ഞുകൊണ്ട് സൂറത്ത് യാസീനുള്ള വചനം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി അവർക്കിടയിലൂടെ ഇറങ്ങിപ്പോവാൻ. പക്ഷെ അത് അവരാരും കാണുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ഒരു മറ, ഒരല്പസമയത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ശത്രുക്കളുടെ ദൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആ റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചിട്ടുള്ള നിൽപ്പ് തുടരാൻ. അദ്ദേഹം നിറത്തിൽ മറുവശത്ത് റസൂലുള്ളാഹി അതിവേഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി നടക്കുകയാണ്. ആ വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ റസൂലുള്ളാഹിനെ വഴിയിൽ വെച്ചുകൊണ്ട് തിരിച്ചറിയാൻ. ആ തിരിച്ചറിയപ്പെട്ട വ്യക്തി അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ വിപരീത ദിശയിൽ ആ വീടിൻ്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ വ്യക്തി ആ വഴിയിൽ വെച്ചുകൊണ്ട് കണ്ട ആ വ്യക്തി അദ്ദേഹം നടന്ന അവസാനം റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ ഈ വിചിത്രമായിട്ടുള്ള കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ ചുറ്റും നിൽക്കുകയാണ് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ. അപ്പം അദ്ദേഹം ചോദിച്ചു, മാ തൻതളിറൂന ഹാഉന, നിങ്ങളെല്ലാവരും കൂടെ ആരെ പ്രതീക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത്? എന്താണ് നിങ്ങൾ ആരെ കാത്താണ് ഇവിടെ നിൽക്കുന്നത്? ആ സന്ദർഭത്തിൽ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് ഇറങ്ങുന്നതും കാത്തുള്ള നിൽപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ വഴിയാത്രക്കാരൻ അദ്ദേഹം പറഞ്ഞു, ഖയ്യബക്കുമുല്ലാഹ് ഖദ് വല്ലാഹി ഖറജ അലൈക്കും മുഹമ്മദ്. എത്ര കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. കാരണം നിങ്ങൾ ഈ കാത്തു നിൽക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ തലയിലെല്ലാം മണ്ണ് വീണിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് ശത്രുക്കൾ അവരുടെ തലയിലെല്ലാം മണ്ണ് കാണുന്നത്. അവർ ആ മണ്ണെല്ലാം തട്ടി. പക്ഷേ ആ സന്ദർഭത്തിലും ഈ വ്യക്തി പറയുന്നത് വിശ്വസിക്കാൻ അവർ സന്നദ്ധമായില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വഴിയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് കാണേണ്ടതാണ്. കാരണം വീടിന് ചുറ്റും ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. പക്ഷേ എന്നിരുന്നാലും അവസാനമായിട്ട് അത് വല്ല സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവസാനമായിട്ട് ഒന്നുകൂടെ അവർ വീട്ടിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കിയ സന്ദർഭത്തിൽ ആ കട്ടിലിൽ ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ അവർക്ക് സമാധാനമായി. പക്ഷേ നമുക്കറിയാം യഥാർത്ഥത്തിൽ അവിടെ കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല, മറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ കിടക്കുന്നത് എന്നുള്ളത് അവർ അറിയുന്നില്ല. അപ്പം അവർ അത് പുറത്തിറങ്ങുന്നതും കാത്ത് അവിടെ ആ കാത്തുനിൽപ്പ് അവിടെ തുടരാണ്. അവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് നമ്മൾ മറുവശത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിവേഗത്തിൽ നടന്ന അർദ്ധരാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചുള്ള നിൽപ്പിലാണ്. പിന്നീടുള്ള സംഭവം ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചു. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ തുടർന്നുള്ള സംഭവങ്ങൾ വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ, മകള് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ഉടനെ തന്നെ അവർക്കുള്ള യാത്രാ സാമഗ്രികൾ, അതായത് അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം വീട്ടുകാർ അതിവേഗത്തിൽ ഒരുക്കി. അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പാത്രത്തിലാക്കുകയാണ്. അങ്ങനെ ആഹാരമെല്ലാം തയ്യാറാക്കി അവസാനം ഒരു തോൽപാത്രത്തിൽ വെച്ച് ആ തോൽപാത്രം കെട്ടാൻ വേണ്ടി ഒരു കയറിൻ്റെ കഷ്ണം അവിടെ എവിടെയും കിട്ടാനില്ല. അവരെല്ലാ സ്ഥലത്തും നോക്കി, അവിടെ ഒന്നും ഒരു കയറിൻ്റെ കഷ്ണം കിട്ടാതായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ, അവർ അതിസമർത്ഥ്യാണ്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. അവരുടനെ തന്നെ അവർ ധരിച്ച വസ്ത്രത്തിലുണ്ടായിരുന്ന അവരുടെ അരപ്പട്ട ഊരി അത് രണ്ടാക്കി കീറി ഒരു കഷ്ടം കൊണ്ട് ആ തോൽപാത്രവും മറ്റേ കഷ്ടം കൊണ്ട് ആ വെള്ളം ശേഖരിച്ചിരുന്ന ആ 2 തോൽപാത്രങ്ങൾ അവർ ഭദ്രമായിട്ട് അത് മുറുക്കി കെട്ടി. ഹദീസിൽ കാണാൻ സാധിക്കും, ഫബിദാലിക സുമ്മിയത് ദാത്തുൻ നിതാഖൈൻ. ഈ ഒരു പ്രവൃത്തി അവർ ചെയ്തത് കാരണം അവർക്ക് ലഭിച്ച അപരനാമാണ് ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ എന്ന് വെച്ചാൽ ഇരട്ട അരപ്പട്ടക്കാരി എന്നുള്ള ഒരു അപരനാമത്തിലാണ് അസ്മാ റളിയല്ലാഹു അൻഹ പിന്നീട് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രവൃത്തി കാരണം ഓർത്തു വെക്കുക. അങ്ങനെ ഭക്ഷണം എല്ലാം അവർ റെഡിയാക്കിയതിന് ശേഷം അത് പൊതിഞ്ഞ് അവസാനം അവരുടെ കയ്യിൽ നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിൻ്റെ പുറകു ഭാഗത്ത് ഉണ്ടായിരുന്ന ആ ഡോറിലൂടെ, അതായത് മുൻഭാഗത്തൂടെ അല്ല അവർ പോകുന്നത്,
അവിടെയെല്ലാം ഓരോ നീക്കങ്ങളും അതിരഹസ്യമായിട്ടാണ് അവർ നടത്തുന്നത്. വീട്ടിൻ്റെ പിറകു ഭാഗത്തുണ്ടായിരുന്ന ഡോറിലൂടെ അവർ ഇറങ്ങിയിട്ട് മദീനയിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കാതെ നേർ വിപരീത ദിശയിലേക്കാണ് അവർ നടക്കുന്നത്. അതായത് മദീനയുള്ളത് നോർത്ത് ഭാഗത്ത്, അതായത് വടക്ക് ഭാഗത്താണ് മദീനയുള്ളത്. ആ വടക്ക് ഭാഗത്തേക്കല്ല അവർ നടക്കുന്നത്, മറിച്ച് നേർ എതിർഭാഗത്ത്, അതായത് സൗത്ത് തെക്ക് ഭാഗത്തേക്കാണ് അവർ നടക്കുന്നത്. എന്തുകൊണ്ടാണ് മദീനയുടെ വിപരീത ദിശയിൽ അവർ നടക്കാനുള്ള കാരണം? അതും വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ അവർ മദീനയിലേക്കുള്ള ഏതൊരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഒരല്പസമയം കഴിഞ്ഞാൽ അവിടെയുള്ള ഖുറൈശികൾ പ്രഭാതാകുന്ന സന്ദർഭത്തിൽ അവിടെ കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ, അതായത് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ തീർച്ചയായിട്ടും മദീനയിലേക്കുള്ള എല്ലാ വഴികളും അവർ അരിച്ചു പൊറുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമല്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ തന്ത്രപരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന, അതായത് ആ കാര്യങ്ങളെല്ലാം തണുക്കുന്നത് വരെ ഒരല്പസമയത്തേക്ക് അല്ലെങ്കിൽ ഒരല്പ ദിവസം 3 ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹക്കകത്ത്, സൗർ ഗുഹ, ഗാർ സൗർ എന്നറിയപ്പെടുന്ന ആ ഗുഹയിൽ അഭയം പ്രാപിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അതായത് സൗർ ഗുഹ ഇരിക്കുന്ന മക്കയിൽ നിന്ന് ഏകദേശം ഒരു 5.5 മൈൽ 2.5-3 മണിക്കൂർ നടക്കാനുള്ള ദൂരമുണ്ട്. ആ ദൂരത്തിലുണ്ടായിരുന്ന ആ ഗുഹയിൽ തൽക്കാലം അവിടെ 3 ദിവസം താമസിച്ചതിന് ശേഷം പിന്നീട് മദീനയിലേക്ക് സഞ്ചരിക്കാം, അതായിരുന്നു അവരുടെ പദ്ധതി. ആ ഗുഹ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കൂരിരുട്ടിൽ അവർ നടക്കുകയാണ്. നടന്ന അവസാനം മക്കയുടെ ആ ബൗണ്ടറി, അവസാനത്തെ ആ മക്കയുടെ ആ സൂക്ക് പിന്നിട്ട സന്ദർഭത്തിൽ, ആ ബൗണ്ടറി കഴിഞ്ഞ സന്ദർഭത്തിൽ വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനമായിട്ട് റസൂലുള്ള ഒന്ന് പിറകു ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതായത് ജനിച്ചത് മുതൽ അത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കളിച്ചു വളർന്ന ആ റസൂലുള്ളാഹിന്റെ ആ നാടിനോട് വിട പറയാൻ. അപ്പോൾ ജനിച്ച നാടിനോടുള്ളൊരു സ്നേഹം അത് നമുക്കറിയാം, ഏതൊരാൾക്കും ഫിത്രയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ്. പ്രവാസികളായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, നമ്മൾ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പോയാലും ആ നാട്ടിൽ നമ്മൾ സെറ്റിലായി കഴിഞ്ഞാൽ ആ നാട്ടിൽ നമുക്ക് എത്ര സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലും ജനിച്ചു വളർന്ന ആ നാടിനോട് മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു അഭേദ്യമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എത്ര തന്നെ നമ്മൾ ഏതൊരു നാട്ടിൽ പോയി ജീവിച്ചാലും അതൊരു വല്ലാത്തൊരു ബന്ധമാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല, അത് ഏത് ജീവജാലങ്ങൾക്ക് പോലും. ദേശാടന പക്ഷികളെല്ലാം അവർ 10,000-കണക്കിന് കിലോമീറ്ററുകൾ അവർ സഞ്ചരിച്ചാലും അവസാനം അവരെവിടെയാണോ ജനിച്ചത് ആ പ്രദേശത്തേക്ക് മടങ്ങി വന്ന് അവിടെയാണ് അവർ മരണപ്പെടാറുള്ളത്. അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്രയായിട്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്രയും കാലം താൻ അങ്ങേയറ്റ ജീവന തുല്യം സ്നേഹിച്ച ആ മക്കയുടെ ഭാഗത്തേക്ക് റസൂലുള്ള അവസാനമായിട്ടും തിരിഞ്ഞു നോക്കി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതീകാത്മകമായിട്ട് ചില സംസാരങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അത് സുനൻ തുർമുദിയിലുള്ള ഹസനായിട്ട് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മക്കയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, മാ അത്യബക്കി മിൻ ബലദിൻ വ അഹബ്ബക്കി ഇലയ്യ. റസൂലുള്ളാഹി പറയാണ്, നീ എത്ര നല്ല നാടാണ് ഓ മക്ക, നീ എത്ര നല്ല നാടാണ്, നീ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അതിനുശേഷം റസൂലുള്ളാഹി പറയാണ്, ലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സക്കനതു അലൈ ഗൈറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അതായത് ഈ ഒരു നാട്ടിൽ നിന്നും അവരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എന്നെ ഈ ജനത ഇവിടെ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് ഇത്രയെല്ലാം പീഡനം റസൂലുള്ളാഹിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടും റസൂലുള്ളാഹി ആ സന്ദർഭത്തിലും ആ നാടിനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ. ആ ഹദീസിൽ പറയപ്പെട്ടൊരു ഭാഗം വളരെയധികം ശ്രദ്ധയാണ്. റസൂലുള്ളാഹി പറഞ്ഞ്, ലൗല അഖ്റജൂനി, അവരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ. ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് 10-13 വർഷം പിറകിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അതേ പദം നുബുവത്തിന്റെ ആദ്യത്തെ ദിനം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുമായിട്ട് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വറഖയുടെ അടുത്ത് സമീപിച്ച സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടാകും, വറഖ ബിൻ നൗഫൽ റസൂലുള്ളാഹിനോട് ആദ്യത്തെ ദിവസം പറഞ്ഞ ആ വാക്ക്. ആ റസൂലുള്ളാഹിനോട് വറഖ ബിൻ നൗഫൽ പറയുന്ന ആ ഭാഗം സ്വഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നേരത്തെ പറഞ്ഞിരുന്നു. വറഖ പറഞ്ഞത്, ലൈതനി അകൂനു ഹയ്യൻ ഇത് യുഖ്രിജുക ഖൗമുക. ആ വറഖ പറഞ്ഞതാണ്, അതായത് നിങ്ങളുടെ സ്വന്തം ജനത നിങ്ങളെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ന് റസൂലുള്ളാഹി അത്ഭുതത്തോടു കൂടെ ചോദിച്ചിട്ടുണ്ട്,
അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമെന്നോ. അതായത് ഇത്രയേറെ എന്നെ സ്നേഹിക്കപ്പെടുന്ന ആ ജനത എന്നെ പുറന്തള്ളുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് 10-13 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഖബിൻ നൗഫലിനോട് ചോദിക്കുന്നുണ്ട്. അത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസംഭവ്യമായിട്ട് തോന്നിയെങ്കിലും ആ ഒരു യാഥാർത്ഥ്യത്തിലൂടെ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായയിൽ റസൂലുള്ളാഹി അവിടെ വെച്ചുകൊണ്ട് സുദീർഘമായിട്ട് മറ്റൊരു പ്രാർത്ഥന നടത്തിയെന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ പ്രാർത്ഥനയെല്ലാം നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൗർ ഗുഹയുടെ ഭാഗത്തേക്ക് അതിവേഗതയിൽ അവർ നടക്കുകയാണ്. അപ്പം സൗർ ഗുഹയിലേക്കുള്ള വഴി എന്നുള്ളത് അത്യധികം പ്രയാസകരമായിട്ട് ദുർഘടം പിടിച്ച വഴിയാണ്. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം കൂരാക്കൂരിട്ടാണ്. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലാണ്. കൂരാക്കൂരിട്ട് സമ്പൂർണ്ണമായിട്ട് നിശബ്ദതയാണ്. അപ്പം ആ നിലാവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിച്ചം അവരുടെ കയ്യിലുണ്ടായിരിക്കും. അത് ആശ്രയിച്ചിട്ടാണ് അവർ പോകുന്നത്. ആ പോകുന്ന വഴിയിലുടനീളം കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. അത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലുകൾ പൊട്ടി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, അവർ പോകുന്ന സന്ദർഭത്തിൽ വഴിയിലെ കാൽപ്പാടുകൾ പതിയാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം കാൽപ്പാടുകൾ പതിഞ്ഞാൽ അപകടമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്കാൻ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേക രൂപത്തിൽ അവരുടെ വിരലുകളിലായിരുന്നു അവർ നടന്നത്. അതേ രൂപത്തിലുള്ള ഉദ്ധരണികളും കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ രൂപത്തിൽ പ്രയാസകരമായിട്ടുള്ള വഴികളെല്ലാം താണ്ടി അവരവസാനം ആ സൗർ ഗുഹ ഇരിക്കുന്ന ആ മലയുടെ അടുത്തെത്തുകയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, സൗർ ഗുഹ ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. അപ്പം ഈ മലയുടെ ബേസിലെത്തിയ സന്ദർഭത്തിൽ ചില സീറ ഗ്രന്ഥങ്ങളിൽ അവിടെ എത്തിയ സന്ദർഭത്തിൽ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെയും ചുമലിലേറ്റി പിന്നീട് ആ മല കയറി എന്നും ചില സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അവസാനം അവരാ സൗർ ഗുഹയുടെ ഗുഹാമുഖത്ത് എത്തിയ സന്ദർഭത്തിൽ, സൗർ ഗുഹ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഗുഹയെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം വരുന്നുണ്ട്. ആ രൂപത്തിലല്ല ഗുഹ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കാണുന്നുണ്ടാവും. പ്രത്യേക രൂപത്തിലുള്ള ഗുഹയാണ്. അതിൻ്റെ എൻട്രൻസ് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവേശന കവാടമാണ്. പിന്നീട് അകത്തും വലിയൊരു സ്പേസൊന്നും അകത്തില്ല. ആ രൂപത്തിലുള്ള ഗുഹയാണ്. അവിടെ ഗുഹാമുഖത്ത് എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ പുറത്തു നിർത്തി ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹക്കകത്തേക്ക് പ്രവേശിക്കാൻ. സ്വാഭാവികമായിട്ടും കയ്യിൽ എന്തെങ്കിലും തീയോ മറ്റോ എന്തെങ്കിലും ഒരു വെളിച്ചം അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അല്ലാഹു അലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കയറി ആ ഗുഹക്കകത്ത്, അതായത് വല്ല വന്യജന്തുക്കളോ അതല്ലെങ്കിൽ ക്ഷുദ്രജീവികളോ അതേ രൂപത്തിൽ എന്തെങ്കിലും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആദ്യം ഒന്ന് ഗുഹ എല്ലാം പരിശോധിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ ഗുഹക്കകത്തുണ്ടായിരുന്ന ചില പൊത്തുകളെല്ലാം തൻ്റെ വസ്ത്രം കീറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പൊത്തുകളെല്ലാം അടച്ച് വൃത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പ്രവേശിക്കാൻ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹിക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം ഒരുപാട് സമയം ഉറങ്ങിയിട്ടില്ല, ഒരുപാട് സമയമായിട്ട് നടത്തത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ഉടനെ തന്നെ ഒരല്പം കിടക്കാമെന്ന് കരുതി. പക്ഷേ ചെറിയ ഗുഹയാണ്. ഗുഹക്കകത്ത് വിസ്താരമായിട്ട് രണ്ടാളുകൾക്ക് കാല് നീട്ടി കിടക്കാനുള്ള ആ സൗകര്യമൊന്നും ആ ഗുഹക്കകത്തില്ല. അത് കണ്ട ആളുകൾക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രിയ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് റസൂലുള്ളാഹി കിടക്കാണ്. കിടന്ന ഉടനെ തന്നെ റസൂലുള്ളാഹി ഉറങ്ങിപ്പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ. പിന്നീടുള്ള സംഭവം ചില സീറ ഗ്രന്ഥങ്ങൾ, റഹീഖുൽ മഖ്തൂം അടക്കമുള്ള ചില നിരവധി സീറ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ടൊരു സംഭവം. പക്ഷേ അതേ സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാരെ ദഈഫാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഓരോ പൊത്തുകളെല്ലാം വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ പൊത്തുകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ പെടാതെ പോയ 2 പൊത്തുകളുണ്ടായിരുന്നു. ആ 2 പൊത്തുകളും റസൂലുള്ളാഹി കിടക്കുന്ന നേരെയാണ് ഇരിക്കുന്നത്. അപ്പം അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിയിൽ കിടക്കുന്ന റസൂലുള്ളാഹി അറിയാത്ത വിധം കാലുകൾ മെല്ലെ നീക്കി ആ പൊത്തുകൾ തൻ്റെ കാലുകൊണ്ട് ആ 2 പൊത്തുകളും പൊത്തിപ്പിടിക്കാൻ. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ പൊത്തിൽ നിന്ന് എന്തോ ഒരു ക്ഷുദ്ര തേളോ പാമ്പോ എന്തോ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കടിക്കാൻ. കാല് കടിച്ചോട് ശക്തമായിട്ടുള്ള വേദന വരാൻ തുടങ്ങി. പക്ഷേ ആ വേദന കാരണം കാലിളക്കുകയാണെങ്കിൽ തൻ്റെ മടിയിൽ തലവെച്ച് ചായുന്ന ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു പോകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് കാരണം ആ വേദന കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. നമുക്കറിയാം, ചില ജീവികൾ കടിച്ചാൽ വല്ലാത്ത കടച്ചിലായിരിക്കും. ഒരുപാട് സഹിക്കുന്നതിന് നമുക്കറിയാം ഒരു പരിധിയുണ്ട്. ആ അസഹ്യമായ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ടുള്ള വേദന കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരയായിട്ട് വരാൻ തുടങ്ങി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അറിയാതെ
അത് ആ മടിയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ പുണ്യമുഖത്തേക്ക് ആ കണ്ണീര് പോയി ഇറ്റാണ്. ഇറ്റിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി എഴുന്നേൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം ചോദിച്ചു. അബൂബക്കർ എന്ത് പറ്റി, എന്തിനാണ് താങ്കൾ കരയുന്നത്? ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകർ എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തൻ്റെ ഉമിനീരെടുത്ത് ആ കടിച്ച ഭാഗത്ത് പുരട്ടുകയാണ്. റസൂലുള്ളാഹി പുരട്ടിയതോടുകൂടെ ആ വേദന അപ്രത്യക്ഷ, അതായത് അതോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശ്വാസം ലഭിക്കുകയാണ്. നിരവധി ഇതേ രൂപത്തിൽ ഉള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ നിരവധി സീറിയലുടനീളം കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ അവർ ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു. അവരുടെ പദ്ധതികൾ എന്താണെന്ന് വെച്ചാൽ, ഗുഹയിൽ അകത്തേക്ക് അവർ പ്രവേശിക്കുന്നത് വ്യാഴാഴ്ച ദിവസം രാത്രിയാണ്. ഇനിയുള്ള 3 ദിനരാത്രങ്ങൾ ആ ഗുഹയിൽ തങ്ങുക, അതായിരുന്നു അവരുടെ പദ്ധതി. അതായത് വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം ഗുഹയിൽ താമസിച്ചതിന് ശേഷം തിങ്കളാഴ്ച ദിവസം യാത്ര, അതായത് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുക. അതാണ് അവരുടെ പ്ലാനിങ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം 3-ാമത്തെ ദിവസം യാത്ര പോകേണ്ട ദിവസം, അന്നത്തെ ദിവസം ഗുഹാമുഖത്തേക്ക് നേരത്തെ തന്നെ അവർ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വ്യക്തി വരും. ആ വ്യക്തി വരുന്ന സന്ദർഭത്തിൽ നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയിട്ടുള്ള 2 ഒട്ടകവുമായിട്ട് അദ്ദേഹം ഗുഹാമുഖത്തേക്ക് എത്തും. ഏർപ്പാടാക്കിയിട്ടുള്ള വ്യക്തി അബ്ദുല്ലാഹിബിൻ ഉറൈഖീത്ത് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിശ്വാസിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയും. അദ്ദേഹമാണ് അവരുടെ GPS വഴികാട്ടിയായിട്ട് വരാനിരിക്കുന്നത്. അദ്ദേഹം 3-ാമത്തെ ദിവസം തിങ്കളാഴ്ച വരും. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നീട് ഞാൻ പറയും. അതേപോലെ തന്നെ അവരുടെ പദ്ധതി ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുഹയിൽ തങ്ങുന്ന 3 ദിവസവും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കാൻ ഏർപ്പാടാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് ഭക്ഷണം എത്തിക്കുക. ഒരാളും കാണാതെ ആ ഗുഹയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ചുമതല അവർക്കാണ്. ദാത്തു നിതാഖൈൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ അവർ പദ്ധതി ചെയ്ത മറ്റൊരു കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ചെറിയ സമർത്ഥനായിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്വഹീഹ് ബുഖാരിയുള്ള ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ആ കുട്ടിയെ സംബന്ധിച്ച് വഹുവ ഗുലാമുൻ ഷാബുൻ സഖിഫുൻ ലഖിനുൻ, അതായത് അവന് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, കൂർമ്മ ബുദ്ധിയും അതിസാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ ഏൽപ്പിച്ച ജോലി എന്താന്ന് വെച്ചാൽ, ആ കുട്ടി പല സമയത്തും രാത്രി വന്ന് ഗുഹയിൽ അവരോടൊപ്പം കിടക്കും. പ്രഭാതത്തിൽ രാവിലെ ഇരുളിന്റെ മറവിൽ ആ പ്രഭാത നേരം പുലരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് മടങ്ങും. അതായിരുന്നു കുട്ടി. ആ ഗുഹയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ആ കുട്ടിയെ ഏൽപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ജോലി എന്താന്ന് വെച്ചാൽ, ഈ 3 ദിവസവും ആ കുട്ടിയാണ് ഗുഹയിലേക്ക് പുറത്തുള്ള അപ്ഡേറ്റുകൾ എത്തിക്കുന്നത്. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലമാണ്. ആ കുട്ടിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, പകല് സമയത്ത് അങ്ങാടിയിലും മറ്റും പോയി അറിയാത്ത പോലെ നിന്ന് ആളുകളുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ഏത് രൂപത്തിലാണ് കാര്യങ്ങളുടെ ഗതി നീങ്ങുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് ഗുഹയിലേക്ക് എത്തിക്കുക. അതായിരുന്നു അബ്ദുല്ലാഹിബ്നു അബൂബക്കറിനെ പിതാവ് ഏൽപ്പിച്ച ജോലി. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആളുകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ കുട്ടി അടുത്ത് നിൽക്കുന്ന ആരും കാര്യമാക്കാറില്ല. പക്ഷെ ആ ചെറിയ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ അതിസമർത്ഥനാണ്. ഈ കുട്ടി ഇതെല്ലാം കൃത്യമായിട്ട് റീഡ് ചെയ്തുകൊണ്ട് അവരുടെ സംസാരം കൃത്യമായിട്ട് ശ്രമിച്ച് അതെല്ലാം ഗുഹയിലേക്ക് പ്രത്യേകമായിട്ട് എത്തിക്കുക. അതായത് മീഡിയ റിപ്പോർട്ടറാണ്. അതാണ് ആ കുട്ടിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി. അപ്പൊ എന്തിനാണിത് പ്രത്യേകമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുട്ടിയെ ഏൽപ്പിച്ച എന്തിനാന്ന് വെച്ചാൽ, പുറത്തുള്ള അവർക്കെതിരെയുള്ള നീക്കം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇനി പ്ലാനിങ്ങിൽ വല്ല മാറ്റം വരുത്തണമെങ്കിൽ അതാവാമെന്ന് കരുതിയിട്ടാണ് ഇതേ രൂപത്തിലുള്ള ഏർപ്പാടുകളെല്ലാം അവർ പദ്ധതി ചെയ്ത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അവരെ സഹായിക്കും. പക്ഷേ എങ്കിലും അവരുടെ ഭാഗം കൃത്യമായിട്ട് സുന്ദരമായിട്ടുള്ള ആസൂത്രണങ്ങളാണ് ഓരോ നീക്കങ്ങളിലും അവർ നടത്തിയായിട്ട് കാണുക. സുബ്ഹാനല്ലാഹ്. അതാണ് രണ്ടാമതായിട്ട് അവർ ഏർപ്പാടാക്കിയിട്ട് രണ്ടാമതായിട്ട് ഏർപ്പാടാക്കിയ വ്യക്തി. 3-ാമതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3-ാമനായിട്ട് ഒരാളെ കൂടെ ആ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാക്കിയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമ ഉണ്ടായിരുന്നു, ആമിർ ബിൻ ഫുഹൈറ എന്നറിയപ്പെടുന്ന ഒരു അടിമ. ആ അടിമയെയും ഈ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് വെച്ചാൽ, അദ്ദേഹം അതിരാവിലെ തന്നെ ആടിനെയും തെളിച്ച് ആ ഗുഹയുടെ ഭാഗത്തേക്ക് വരും. എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് വന്നു പോയിട്ടുള്ള, അതേപോലെ തന്നെ മകള് അസ്മാ റളിയല്ലാഹു അൻഹയെല്ലാം വന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ പതിഞ്ഞിട്ടുള്ള ആ കാൽപ്പാടുകളെല്ലാം അത് മായ്ച്ചു കളയുക എന്നുള്ളതാണ് ആമിർ ബിൻ ഫുഹൈറയുടെ ഡ്യൂട്ടി.
അപ്പൊ മരുഭൂമിയുടെ മണ്ണിൽ ചുവട്ടിക്കഴിഞ്ഞാൽ നിരവധി കാൽപ്പാടുകൾ ഗുഹയുടെ ഭാഗത്തേക്ക് ഉണ്ടാകും. അതെല്ലാം ഒരാളും കാണാതെ ആടിനെ മേയ്ക്കുക എന്നുള്ള വ്യാജന അവിടെ വന്നിട്ട് ആ കാൽപ്പാടുകളെല്ലാം അതെല്ലാം മായ്ക്കുക. അതേപോലെ തന്നെ ചില സന്ദർഭത്തിൽ ഗുഹയിലിരിക്കുന്ന അവർക്ക് ആ പാല് കറന്ന് ആടിനെ ആ മേയ്ക്കുന്ന ആടുകളുടെ ആ പാല് കറന്ന് നൽകുക, അതെല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയാണ്. ഇപ്പൊ കാൽപ്പാടുകളെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിലുള്ള അറബികൾ അവരെ സംബന്ധിച്ചിടത്തോളം കാൽപ്പാടുകൾ ട്രേസ് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകം, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരാ കാട്ടിൽ, നമുക്ക് പുറത്തില്ലാത്ത ആളുകൾക്കില്ലാത്ത നിരവധി അറിവുകൾ ആ കാടിന്റെ ഓരോ സ്പന്ദനവും ഓരോ ഇളക്കവും കൃത്യമായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. അത് എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്നതാണ്. അതേപോലെ മരുഭൂമിയിൽ ജീവിക്കുന്ന അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില അറിവുകൾ ഉണ്ടായിരുന്നു. കാലടയാളം, അത് എത്ര സൂക്ഷ്മമായിട്ടുള്ള കാലിന്റെ അടയാളങ്ങളും അത് ട്രേസ് ചെയ്ത് കൃത്യമായിട്ട് ആളെ കണ്ടെത്താനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആമിർ ബിൻ ഫുഹൈറയെ പ്രത്യേകമായിട്ട് ആ കാലടയാളങ്ങൾ മായ്ക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചിന്തിച്ചോക്കെ, ഇത്രയേറെ പദ്ധതികൾ ഒരുക്കിയിട്ടാണ് ആ ഗുഹക്കകത്ത് അവർ 3 ദിവസം താമസിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ആസൂത്രണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. പക്ഷേ തവക്കുൽ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഴിയാവുന്നത് അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ഭാഗം നിർവഹിച്ചതിന് ശേഷം ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലാക്കുക. അതാണ് ആ തവക്കുൽ എന്നുള്ളതുകൊണ്ട് വിഭജിക്കുന്നത്. അതിന്റെ മനോഹരമായിട്ടുള്ള പാഠങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലാണ് അവർ ഗുഹയിലിരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് നമ്മൾ മറുവശത്തേക്ക് പോവാണ്. അതായത് ഖുറൈശികൾ ആ വീട് വളഞ്ഞ് അവർ പ്രഭാതാകുന്നതും കാത്തവിടെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഖുറൈശികൾ ആ സമയത്തുടനീളം റസൂലുള്ളാഹിന്റെ വീടും വളഞ്ഞ് റസൂലുള്ളാഹി എഴുന്നേറ്റ് വരുന്നതും കാത്തവിടെ നിൽപ്പിലാണ്. അതിനിടയിൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി കടന്നു പോയിന്നിട്ടുള്ള വാർത്ത പറഞ്ഞെങ്കിലും അവരത് വിശ്വസിക്കാൻ തന്നെ അവർ പരിഹാസിക്കാൻ ഉണ്ടായത്. കാരണം അവിടെ പുതപ്പിൽ ഒരാൾ കിടക്കുന്ന കാഴ്ച അവർ കാണുന്നുണ്ട്. അവസാന പ്രഭാതായ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ കൂളായിട്ട് ആ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വരുന്നത് അവരൊന്നടങ്കം കണ്ട് അത്ഭുതപ്പെടാണ്. അവർ ഞെട്ടുകയാണ്. കാരണം ഇത്രയും സമയം അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ സമയത്താണ് അവർ അറിയുന്നത്. പക്ഷേ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ വചനം സൂറത്തുൽ അൻഫാൽ 30-ാമത്തെ വചനം ഒരിക്കൽ കൂടെ ഓർക്കുക. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ഭാഗത്താൻ പറഞ്ഞു വയം ഖുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും തന്ത്രം പ്രയോഗിച്ചു. ആ സന്ദർഭത്തിൽ, അതായത് തങ്ങൾ ഇത്രയും സമയം വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യം ആ സമയത്താണ് ശത്രുക്കൾ അറിയുന്നത്. സ്വാഭാവികം. മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, അലി റളിയല്ലാഹു അൻഹു അത്രയും സമയം ആ പുതപ്പിനുള്ളിൽ എങ്ങനെയാണ് കിടന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചേക്കാം. പിൻകാലഘട്ടത്തിൽ ഒരു ആസർ കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവിനോട് പിൻകാലഘട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഓ അലി, റസൂലുള്ളാഹിന്റെ വഫാത്തിനെല്ലാം ശേഷം, ഓ അലി, അന്നത്തെ രാത്രി ആ ഹിജറയുടെ രാത്രി ആകുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട രാത്രി? കാരണം ശത്രുക്കൾ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം, ഓരോ നിമിഷവും. അതായത് അത്രയേറെ ഭയത്തോടു കൂടെ ആകുമല്ലേ നിങ്ങൾ അന്ന് ആ പുതപ്പിനുള്ളിൽ കിടന്നതെന്ന് പിൻകാലഘട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരാൾ ചോദിച്ച സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി കാണാൻ സാധിക്കും, ലാ വല്ലാഹി, ഒരിക്കലല്ല. കാരണം അതിനേക്കാൾ സുഖമായിട്ട് ഞാൻ ഉറങ്ങിയ മറ്റൊരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള, അത്രയും സുഖത്തോടു കൂടെയാണ് അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയതെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം സ്വാഭാവികമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ സഹായിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ തിരിച്ചു നൽകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുന്നോട്ടുള്ള സീറ പരിശോധിക്കുന്ന സന്ദർഭത്തിലും നമുക്കറിയാം, ഒരല്പം കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന ബദറിന്റെ സന്ദർഭത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. ബദറിന്റെ തലേ ദിവസം 3 ഇരട്ടി ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മുന്നിലും മുസ്ലിങ്ങളുടെ ചുറ്റും ടെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഭയാനകരമായിട്ട് ആ ശത്രുക്കൾ വളഞ്ഞ സന്ദർഭത്തിലും തലേ ദിവസം രാത്രി മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ളൊരു നിദ്ര നൽകിയതായിട്ട് അതേ സൂറത്തുൽ അൻഫാലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് സൂചിപ്പിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ കാഴ്ച കണ്ട് അവർ ഞെട്ടി അവിടെ നിൽക്കുകയാണ്. അവർ ഉടനെ തന്നെ, നമുക്കറിയാം, അവർ അങ്ങേയറ്റം ക്ഷോഭിക്കും. ശത്രുക്കള് വീട്ടിനകത്തേക്ക് ഇരച്ചു കയറി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ശക്തമായിട്ട് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു വളരെ കൂളായിട്ട് പ്രതികരിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് നിങ്ങൾ ചോദിച്ചിട്ട് എന്താണ്? നിങ്ങൾക്കറിയാവുന്നത് എനിക്കറിയോ? അതായത് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്കറിയാം, ഞാൻ അവിടെ ഉറങ്ങായിരുന്നല്ലോ. ആ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു
മറുപടി പറയാണ്. അവസാനം അവർ അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ആ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ബന്ധിച്ച് അവർ ശക്തമായിട്ട് ചോദ്യം ചെയ്ത് നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. കാരണം അലി റളിയല്ലാഹു അൻഹു അതേ മറുപടിയാണ് പറയുന്നത്, ഞാൻ അവിടെ ഉറങ്ങായിരുന്നല്ലോ, എന്നോട് ചോദിച്ചിട്ട് എന്താണ്. അവസാനം ഗതിയില്ലാതായപ്പോൾ അവർ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവർ വിട്ടയക്കുകയാണ്. ഖുറൈശികൾക്ക് അവർക്ക് ദേഷ്യം അടക്കാനായാലും അവർ നാനാഭാഗത്തേക്കും ശക്തമായിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖുറൈശികൾ ഒരു പരസ്യ വിളംബരം അവിടെ നടത്തി. അവരെന്താന്ന് വെച്ചാൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ജീവനോടെയോ അല്ലാതെയോ ഡെഡ് ഓർ അലൈവ് ആ രൂപത്തിൽ ആരെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്ക് പ്രതിഫലമായിട്ട് മിഅത്ത് ഇബിൽ 100 ഒട്ടകങ്ങൾ ഞങ്ങൾ പ്രതിഫലമായിട്ട് നൽകുമെന്നുള്ള അതാണ് അവർ പ്രഖ്യാപിച്ച വിളംബരം. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അവർക്ക് സമ്മാനമായിട്ട് 100 ഒട്ടകങ്ങൾ ഞങ്ങൾ നൽകുമെന്നുള്ള. 100 ഒട്ടകം എന്നുള്ള ചെറിയ സംഖ്യയല്ല. ഇപ്പം ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു 100 മെർസിഡസ് ബെൻസ് അല്ലെങ്കിൽ BMW തുല്യമായിട്ടുള്ള സംഖ്യയാണ്. അതായത് നമുക്കൊരു അക്കാലഘട്ടത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് കുതിരകളാണ്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കുതിരകളാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഫെറാറി, ഒരു ലംബോർഗിനിക്ക് തുല്യമായിട്ടുള്ളതാണ് കുതിരകൾ. ഒട്ടകം എന്നുള്ളത് അതിൻ്റെ മിഡിൽ ഒരു ബെൻസ് മെർസിഡസിന് തുല്യമായിട്ടുള്ളത്, അതിൽ ഏറ്റവും താഴേക്കിടയുള്ളത് കഴുതയാണ്. ഇപ്പം ഇന്നത്തെ നമ്മുടെ ടയോട്ട അതേ രൂപത്തിലുള്ള വാഹനങ്ങൾക്ക് തുല്യമായിട്ടുള്ള അതേ രൂപത്തിലുള്ള വിലയാണ്. അപ്പോൾ 100 ഒട്ടകമാണ് അവർ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അവർ ആ സമ്മാനം വിളംബരം ചെയ്തതിന് ശേഷം അവർ ശക്തമായിട്ടുള്ള അന്വേഷണം തുടങ്ങി. ആദ്യം തന്നെ അബൂജഹൽ അനഹുള്ള ആദ്യമായിട്ട് പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. സ്വാഭാവികമാണ്, കാരണം ഉറ്റമിത്ര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നറിയാതെ ഒന്നും നടക്കില്ല എന്ന് അവർക്ക് തീർച്ചയായിരുന്നു. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവർ വാതിലിന് മുട്ടി. ആ വാതിൽ തുറന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അബൂജഹൽ വാതിലിന് മുട്ടിയ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ സധൈര്യം അവർ വാതിൽ തുറക്കാൻ. അവരാണ് ആ വീട്ടിലെ ഏറ്റവും മൂത്തത്. അത് മാത്രമല്ല, പ്രായത്തിൽ ഉയർന്ന പക്വത, ആ സന്ദർഭങ്ങളെ വളരെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാനുള്ള പ്രത്യേക കഴിവ് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അവരുടെ മുൻകാലത്തേക്കുള്ള ആ ജീവിതം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ചരിത്രമാണ് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അബൂജഹൽ അനഹുള്ള ചോദിച്ചു, എവിടെ നിന്റെ പിതാവ്? അസ്മാ റളിയല്ലാഹു അൻഹ സമാനമായിട്ട് മറുപടി പറയാണ്, അറിയാത്ത രൂപത്തിലുള്ള മറുപടി. ആ സന്ദർഭത്തിൽ അബൂജഹലിന് ദേഷ്യം സഹിക്കാൻ കഴിയില്ല. അദ്ദേഹം അബൂജഹൽ അനഹുള്ള സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുഖത്തടിക്കാൻ. ആ പ്രത്യേകം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ പൂർണ്ണ ഗർഭിണി കൂടെയാണ്. ആ സന്ദർഭത്തിൽ ശക്തമായിട്ട് മുഖത്ത് ആഞ്ഞടിച്ച സന്ദർഭത്തിൽ അടിയുടെ ശക്തി കാരണം അസ്മാ റളിയല്ലാഹു അൻഹയുടെ കമ്മല്, അതായത് ചെവിയിൽ ധരിച്ച ആ കമ്മല് പോലും തെറിച്ചു പോയി എന്നുള്ള ആ രൂപത്തിലുള്ള ഒരു അടി അവർ ഏറ്റുവാങ്ങേണ്ടി വരാൻ. ആ രൂപത്തിൽ അടിച്ച് അബൂജഹൽ അൻഹുള്ള അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ. ഒരല്പസമയത്തിന് ശേഷം പുറത്തുള്ള ആ വാർത്ത സമൂഹത്തിലെല്ലാം പടർന്ന് അവസാനം ആ വാർത്ത കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വല്ലിപ്പ അബൂ ഖുഹാഫ വീട്ടിലേക്ക് വരാൻ. അബൂ ഖുഹാഫ അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അവിശ്വാസിയാണ്. അദ്ദേഹം ഒരുപാട് കാലത്തിന് ശേഷം ഫതഹ് മക്കയുടെ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അവിശ്വാസിയാണ്, അങ്ങേയറ്റം പ്രായം ചെന്നിട്ടുണ്ട്, വയോവൃദ്ധനാണ്, അന്ധനാണ്. അദ്ദേഹം വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നു കൊടുത്ത ആ സന്ദർഭത്തിൽ അബൂ ഖുഹാഫ അദ്ദേഹം പരിഹാസത്തോടു കൂടെ പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ വല്ലാത്ത പണിയാണല്ലോ കാണിച്ചത്. കാരണം നിങ്ങളെല്ലാം ഇവിടെ ഇട്ട് കടന്നു കളഞ്ഞല്ലോ, ഇവിടെയുള്ള മുഴുവൻ പണവും അവന് കൊണ്ടുപോയല്ലോ. ആ രൂപത്തിൽ അബൂ ഖുഹാഫ പറഞ്ഞ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞ അവർ അതിസമർത്ഥയാണ്, ഓരോ സന്ദർഭങ്ങളെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരവിടെ ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം. അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ലായ അബത്തി, ഉപ്പ, വല്ലിപ്പ, അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ ഉപ്പ ആ രൂപത്തിലൊന്നുമല്ല പോയത്, മറിച്ച് ഇന്നഹു ഖദ് തറക്കലന ഖൈറൻ കസീറ, ഒരുപാട് ഖൈർ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് കടന്നുപോയത്. മാലൻ എന്നല്ല പറഞ്ഞത്, ഒരുപാട് ഖൈർ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങളുടെ ഉപ്പ പോയതെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ പണം സൂക്ഷിക്കുന്ന ആ ഒരു പാത്രം എടുത്തിട്ട് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവരവിടെയുള്ള ചില കല്ലുകളെല്ലാം പെട്ടെന്ന് പെറുക്കിയിട്ടിട്ട് ആ പാത്രം ഒരു തുണി കൊണ്ട് കെട്ടിയതിന് ശേഷം ആ കാഴ്ച നഷ്ടപ്പെട്ട അബൂ ഖുഹാഫയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കാണിക്കാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് തൊട്ടുനോക്ക്, അല്ലെങ്കിൽ ഇതൊന്ന് പിടിച്ചു നോക്ക്, ഇതിൽ മുഴുവൻ പണാണ്, ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ്. അത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന്, അതായത് വല്ലിപ്പൊക്കൊരു ആശ്വാസം. അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ഇദാ കാന തറക്കലക്കും ഹാദാ, അതായത് ഇതേ രൂപത്തിൽ പണക്കല്ല ഉപേക്ഷിച്ചാണ് പോയതെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വല്ലിപ്പ നടന്നു പോവാൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിമനോഹരമായിട്ട്
അസ്മാ റളിയല്ലാഹു അൻഹ ആ ഒരു സന്ദർഭത്തിനൊത്ത് അവരെ പ്രതികരിക്കുകയാണ്. അതായത് അവർ പ്രതികരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഒന്നാമതായിട്ട് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിമാനം അവർ സംരക്ഷിക്കാണ്, അതേപോലെ തന്നെ വല്യപ്പയെ ആശ്വസിപ്പിക്കാണ്, അതേപോലെ തന്നെ അവിശ്വാസിയായിട്ടുള്ള ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള അദ്ദേഹത്തെ ഒരു കാരണവശാലും ആശ്രയിക്കാതിരിക്കുക. ആ രൂപത്തിൽ കൂടെയാണ് അസ്മാ റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഖുറൈശികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും റസൂലുള്ളാഹിനെ കണ്ടെത്താനായില്ല. അപ്പോൾ അവർ ശക്തമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചു. അവർ തെരച്ചിലിന് വേണ്ടി ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ അവർ ഏർപ്പാടാക്കുകയാണ്. അതായത് അക്കാലഘട്ടത്ത് അറബികൾക്കിടയിൽ പ്രത്യേകമായിട്ട് കഴിവുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പണം കൊടുത്തവർ വരുത്തുകയാണ്. അതായത് കഴിവെന്താന്ന് വെച്ചാൽ, ഇപ്പൊ മരുഭൂമിയിലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള കാലടയാളെല്ലാം ട്രേസ് ചെയ്തിട്ട് ആളുകൾ പോയ ആ ദിശ കണ്ടുപിടിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ CID പോലെയുള്ള, അല്ലെങ്കിൽ ഇക്കാലഘട്ടത്ത് നമുക്കറിയാം ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പോലീസുകൾക്കിടയിൽ ഫോറൻസിക് സർജന്മാർ ഉണ്ടാകാറുണ്ട്. അവർ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഫിംഗർ പ്രിന്റ് എല്ലാം വെച്ച് ആ കേസിന്റെ ദിശ തിരിച്ചുവിടാറുള്ള സമർത്ഥരായിട്ടുള്ള ആളുകൾ. അതേ രൂപത്തിൽ അക്കാലഘട്ടത്ത് മരുഭൂമിയിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഈ കാലടയാളെല്ലാം ട്രേസ് ചെയ്യാൻ പ്രത്യേകമായിട്ട് കഴിവുള്ള ചില ആളുകൾ, അവരെ ഖുറൈശികൾ കൊണ്ടുവരാൻ പണം കൊടുത്തിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആമിർ ബിൻ ഫുഹൈറ എന്നറിയപ്പെടുന്ന അടിമ, അദ്ദേഹം ഈ കാലടയാളങ്ങളെല്ലാം അദ്ദേഹം മായ്ക്കുന്നുണ്ടെങ്കിലും എന്നാലും അവിടെ അവശേഷിച്ചിട്ടുള്ള ചെറിയൊരു തുമ്പ് വെച്ചിട്ട് അവരെങ്ങോട്ടാണ് പോയതെന്ന് ട്രേസ് ചെയ്യാൻ മാത്രം കഴിവുള്ള അതിസമർത്ഥരായിട്ടുള്ള ചില CID അവരെ ഖുറൈശികൾ കൊണ്ടുവരാൻ. അങ്ങനെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവസാനം ആ മലയുടെ അല്ലെങ്കിൽ ആ സൗർ ഗുഹയുടെ ഗുഹാമുഖം വരെ ആ അന്വേഷണ സംഘം എത്തുകയാണ്. ചിന്തിച്ചു നോക്കുക. അതായത് അവർ ആ ചെറിയ കാലടയാളം ട്രേസ് ചെയ്തിട്ട് അവസാനം ആ പർവ്വതത്തിന്റെ ബേസ് ആ ഗുഹാമുഖം വരെ എത്തിയിട്ട് അവർ പറഞ്ഞു, ഇവിടെ വരെ അവർ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. അതാണ് അവർ നൽകുന്ന വിവരം. ചിന്തിച്ചു നോക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഒരു പദ്ധതി നോക്കുക. അവരവിടെ എത്തിയാലേ പിന്നീടുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറൂ. ആ സംഭവത്തിലൂടെ പിൻകാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്ക് നിരവധി പാഠങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു പാഠങ്ങൾ നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അവിടെ എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ശത്രുക്കൾ ഒന്നടങ്കം ആ ഗുഹാമുഖത്ത് സന്ധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വലീദ് ഇബ്നു മുഗീറ, അബൂജഹൽ, അതേപോലെ തന്നെ ഉത്ബയും ഷൈബയും ഉമയ്യ ഇബ്നു ഖലഫ്, അതേ രൂപത്തിലുള്ള ശത്രുക്കളെല്ലാം ഈ അന്വേഷണ സംഘത്തോടൊപ്പം ഗുഹാമുഖത്ത് അവർ എത്തിച്ചേരാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ്, അതായത് ഗുഹക്കകത്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൃത്യമായിട്ട് അവരുടെ കാലുകൾ കാണാൻ സാധിക്കും. ആ പ്രത്യേക രൂപത്തിലാണ് തൗർ ഗുഹ. കണ്ട ആളുകൾക്കറിയാം. അതായത് എൻട്രൻസ് കഴിഞ്ഞ ഒരല്പം താഴെയിലേക്കാണ്. അപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഗുഹാമുഖത്ത് നിൽക്കുന്ന ആളുകളുടെ കാലുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റം ഭയപ്പെടാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്താണ് പറയുന്നത്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ വായിക്കാൻ സാധിക്കും, യാ റസൂലുള്ളാഹ് വല്ലാഹി ലൗ അന്ന അഹദുക്കും നളറ ഇലാ ഖദമൈഹി അബ്സർനാ തഹ്ത ഖദമൈഹി. ഓ പ്രവാചകരെ, അവരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് സ്വന്തം കാലിലേക്കൊന്ന് കുമ്പിട്ട് നോക്കിയാൽ മതി നമ്മളെ പിടിക്കപ്പെടാൻ. ഒരാളെങ്കിലും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ ഓ പ്രവാചകരെ നമ്മളെ അവർ കാണുമല്ലോ. ആ രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ മറുപടി, പ്രസിദ്ധമായിട്ടുള്ള മറുപടി, യാ അബൂബക്കർ മാ ളന്നുക ബി ഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഓ അബൂബക്കർ, രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് ധരിക്കുന്നത്? അവരിൽ മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അതായത് ഓ അബൂബക്കർ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ രണ്ടാളുകളല്ല, മൂന്നാമനായിട്ട് നമ്മോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാടാണ്. ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് സീറയിലെ ഏറ്റവും മനോഹരമായിട്ടൊരു ഭാഗം കൂടെയാണ്. ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തവക്കുൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുന്നതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപമാണ് നമുക്ക് കാണിച്ചിരുന്നത്. അതായത് അവർക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ട് ആ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തതിന് ശേഷം ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ശത്രുക്കൾ ആരോപിക്കുന്നത് പ്രകാരം നഊദു ബില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഴുവൻ കളവായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അസ്വസ്ഥത ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുമായിരുന്നു. കാരണം അത്രയും മുൾമുനയിൽ നിൽക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ്. ആ ഒരു സന്ദർഭത്തിലും താങ്കൾ ഒരിക്കലും പിടിക്കപ്പെടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നുള്ള
അടിയുറച്ച ആത്മവിശ്വാസം കാണിക്കുന്ന, തുല്യതയില്ലാത്ത ആത്മവിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സത്യസന്ധതയ്ക്കുള്ള നിരവധി തെളിവുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള തെളിവ് കൂടെയാണ് സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിക്കുന്ന പ്രതികരണം. എവിടെ നിന്നാണ് ഇത്രയും വലിയ ആത്മവിശ്വാസം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഭിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ നേരത്തെ പറഞ്ഞു, സൂറത്തുൽ ഹുജറാത്തിലുള്ള ആയത്ത് കഴിഞ്ഞ ഭാഗത്ത് ഉദ്ധരിച്ചു, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, നിങ്ങൾ രണ്ടാളുകളാണെങ്കിൽ അതിൽ മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്നുള്ള ആ വചനം. അതേപോലെ തന്നെ വഹുവ മഅക്കും ഐനമാ കുൻതും, എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. ആ വചനങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ പരിശുദ്ധ ഹൃദയത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ വചനം ആദ്യം ഉൾക്കൊണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനുണ്ടാകുന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ പല സന്ദർഭത്തിലും നമ്മൾ മറ്റൊരു അല്ലെങ്കിൽ വിപരീതമായിട്ടാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. പല സന്ദർഭത്തിലും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നു പോവുകയാണ്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും റസൂലുള്ള മാതൃക കാണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമുക്കറിയാം, പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുന്നത് മക്ക കാലഘട്ടത്തിലാണ്. ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ തുറന്ന് അവിടെ ഏതെങ്കിലും പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ അത് മക്കി സൂറത്തായിരിക്കും. അത്രയേറെ പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ പ്രവാചകരെ, ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഉദ്ധരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായിട്ടുള്ള പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളും അതേ പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരിക. ആ ഒരു മുന്നറിയിപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ കഥകൾ നൽകിയതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സൂറത്തുൽ ഹൂദിന്റെ 120-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്, പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്നും താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം ഞാൻ താങ്കൾക്ക് വിവരിച്ചു നൽകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഇതേ രൂപത്തിൽ പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം നൽകിയതിന്റെ കാരണം അതിലൂടെ പാഠം ഉൾക്കൊണ്ട് ആ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്, അതേപോലെ തന്നെ വിശ്വാസികളുടെ ഹൃദയത്തിന് ഒരു സ്ഥൈര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിലും ഭയപ്പെടുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നുള്ള ഉറച്ച വിശ്വാസം. കാരണം അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ റസൂലുള്ളാഹിക്ക് അറിയാം. നമുക്കറിയാം, സൂറത്തുൽ കഹ്ഫ്, അതേ അല്ലെങ്കിൽ ഗുഹാവാസികൾ എന്നുള്ള അതേ പേരിലുള്ള ഒരു അധ്യായം റസൂലുള്ളാഹിക്ക് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കി കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. 7 യുവാക്കളായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുല്യതയില്ലാത്ത രൂപത്തിൽ ആ ഗുഹയിൽ സംരക്ഷിച്ച ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ചരിത്രം റസൂലുള്ളാഹിക്ക് അറിയാം. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ അങ്ങേയറ്റം സാദൃശ്യം പുലർത്തുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം, അതും റസൂലുള്ളാഹിക്ക് അറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനേക്കാൾ വലിയ ശത്രുക്കൾക്കിടയിലേക്ക് സധൈര്യം നടന്നു പോയിട്ടുള്ള ചരിത്രം, അതും സൂറത്ത് ത്വാഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ നമുക്കറിയാൻ സാധിക്കും, ഫിർഔന് ആയിരക്കണക്കിന് പേഴ്സണൽ ഗാർഡ് ആ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്നു. അതിനിടയിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുന്നത്. ആ സന്ദർഭത്തിൽ സൂറത്ത് ത്വാഹയിൽ വായിക്കാൻ സാധിക്കും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്രുത അലൈനാ ഔ അൻ യത്ഗ, ഓ റബ്ബേ, ഫിർഔൻ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയപ്പെടുന്നെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസം, ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറ, ഓ മൂസ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, എല്ലാം കണ്ടും കേട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചരിത്രം, ഇതേ രൂപത്തിലുള്ള ചരിത്രം എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അറിയാം. ആ ചരിത്രം എല്ലാം റസൂലുള്ളാഹിക്ക് ആ ഒരു സന്ദർഭത്തിൽ അത്ര വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ എത്രത്തോളം നുസബ്ബിതു ബിഹി ഫുആദക്, എത്രത്തോളം സഹായമായിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ അബൂബക്കർ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഗുഹക്കകത്ത് അരങ്ങേറിയ സംഭവങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ആ രഹസ്യ സംഭാഷണങ്ങളെല്ലാം, എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, അവിടെ രണ്ടാളല്ല മൂന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ഏതുപോലെന്ന് വെച്ചാൽ, ഇപ്പൊ സൂറത്തുൽ കഹ്ഫിലുള്ള ആ സംഭവത്തിലും ആ ഗുഹാവാസികളായിട്ടുള്ള ആളുകൾ അവർ നിദ്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ ഗുഹക്കകത്ത് നടന്ന ആ മാറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചിരുന്നു. അതേപോലെ തന്നെ അവര്
ഉണർന്നതിന് ശേഷം ആ കൂരിരുട്ടിൽ അവർ നടത്തിയ രഹസ്യ സംഭാഷണങ്ങൾ പിൻകാലഘട്ടത്ത് അള്ളാഹു സുബ്ഹാനഹു ലോകത്ത് ഒരു ചരിത്രകാരനും അറിയാത്ത വിവരങ്ങളെല്ലാം പിൻകാലഘട്ടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് പോലെ തന്നെ ഈ ഹിജ്റ യാത്രാവേളയിൽ ആ സൗർ ഗുഹയിൽ അരങ്ങേറിയിട്ടുള്ള സംഭവങ്ങളെല്ലാം പിൻകാലഘട്ടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജ്റയ്ക്ക് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ആ തബൂക്ക് യുദ്ധത്തിന് ശേഷം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബ അവതരിപ്പിച്ച സന്ദർഭത്തിൽ ആ സൂറത്ത് തൗബയിലൂടെ ആ രംഗങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒപ്പിയെടുത്ത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. സൂറത്ത് തൗബയിലുള്ള മനോഹരമായിട്ടുള്ള ആയത്തിൽ ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികൾ നിങ്ങളെ പുറത്താക്കിയ സന്ദർഭത്തിൽ സാനി ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, അതായത് നിങ്ങൾ രണ്ടുപേരും ആ ഗുഹയിലായിരുന്ന ആ സന്ദർഭം, നിങ്ങൾ ആ രണ്ടുപേരും ഗുഹയിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഇത് യഖൂലു ലി സ്വാഹിബിഹി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വാഹിബിനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതായത് അവിടെ ചിന്തിച്ചു നോക്കുക, അവിടെ സ്വാഹിബ് എന്നുള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരോക്ഷമായിട്ട് അവിടെ പരാമർശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. റസൂലുള്ളാഹിന്റെ ഒറ്റ മിത്രാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സാക്ഷ്യം, അതിനേക്കാൾ വലിയ മഹത്വം എന്തു വേണം? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വാഹിബിനോട് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. പ്രസിദ്ധമായിട്ടുള്ള ഫ്രേസാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെയുണ്ട്. ആ രൂപത്തിൽ റസൂലുള്ളാഹി തന്റെ സ്വാഹിബിനോട് പറഞ്ഞ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വതആല ഒപ്പിയെടുക്കുന്നത് ആ ഗുഹയിൽ അരങ്ങേറിയ സംഭവങ്ങളാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ പറയാണ് ഫഅൻസലല്ലാഹു സക്കീനത്തു, അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനം ഇറക്കി കൊടുത്തു എന്നുള്ള ബാക്കി ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ശത്രുക്കൾ അവിടെ വളഞ്ഞിട്ടുണ്ട്. അവസാനം ശത്രുക്കൾ ഒരുപാട് അവര് തെരഞ്ഞു നോക്കിയെങ്കിലും അവസാനം യാതൊന്നും അവർക്ക് ആ ഗുഹാമുഖത്ത് വരെ അവർ നടന്നു പോയി. പക്ഷെ ഒന്നും കാണാൻ സാധിക്കാതെ അവർ മടങ്ങിപ്പോവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് സംരക്ഷിച്ചത്? ആയത്തിന്റെ അടുത്ത ഭാഗം വഅയ്യദഹു ബിജുനൂദിൻ ലൻ തറൂഹ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ കാണാത്ത സൈന്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സഹായം നൽകി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സമാനമായിട്ട് ഇപ്പൊ നമുക്ക് ഹന്തക്ക് യുദ്ധവേളയിലും അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതാണ് കാണാത്തതായിട്ടുള്ള സൈന്യം? ഭൂരിപക്ഷം മുഫസ്സിറുകളും അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ മുഖേന സഹായം നൽകി എന്നുള്ള ശരിവെക്കുന്ന ഒരു ഉദ്ധരണി ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രത്യേകം മനസ്സിലാക്കുക. ഹദീസ് ചില പണ്ഡിതന്മാർ, ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഹസനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിരവധി പണ്ഡിതന്മാർ ദഈഫാണെന്ന് സൂചിപ്പിച്ചതായിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സത്യനിഷേധിയായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഗുഹാമുഖത്തേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ ഗുഹാമുഖം വരെ വന്ന് അവിടെ ഇരുന്നു. ആ ഇരുന്ന ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകർ അവർ നമ്മളെ കണ്ടല്ലോ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടോ, അബൂബക്കർ ഭയപ്പെടേണ്ടതില്ല, മാലാഖമാര് അല്ലെങ്കിൽ മലക്കുകൾ ചിറകുകൾ കൊണ്ട് നമ്മളെ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും കാണാൻ കഴിയില്ല. കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുമായിരുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു പ്രതികരണവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ഇവിടെ പരാമർശിക്കേണ്ട ഒരു വിഷയം, പല സന്ദർഭത്തിലും നമ്മൾ കേട്ടിട്ടുള്ള ആ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഉദ്ധരണികൾ, നിരവധി കഥകൾ ആ ഗുഹയുമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം ഉദ്ധരണികളെല്ലാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട, അത്തരം ഉദ്ധരണികളുടെ എല്ലാം ഇസ്നാദിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ആ ചിലന്തി വലയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ധരണി. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിലും അതേപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായിലെല്ലാം കാണപ്പെടുന്ന ഒരു ഉദ്ധരണിയാണ്. ചില പണ്ഡിതന്മാർ അതിനെ ഹസനായിട്ട്, ഇബ്നു ഹജർ റഹിമഹുല്ലാഹയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഹസനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലന്തി വലയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. അതായത് ഒരു ശത്രു അദ്ദേഹം ഗുഹാമുഖം വരെ വന്ന് അവസാനം ആ ഗുഹാമുഖത്ത് അവിടെ ചിലന്തിയുടെ വല കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, ഇങ്ങോട്ട് കയറാൻ സാധ്യമല്ല, കാരണം കയറിയിരുന്നെങ്കിൽ അത് ആ രൂപത്തിൽ കാണുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുന്നതായിട്ടുള്ള ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. ആ ഉദ്ധരണിയും ചില പണ്ഡിതന്മാർ അത് ദഈഫാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ അവിടെ ഒരു പ്രാവ് വന്ന് കൂടുകെട്ടി മുട്ടയിട്ടു, അതേപോലെ തന്നെ ഒരു മരം വളർന്ന് അതിന്റെ ശാഖകൾ ആ ഗുഹാമുഖത്തേക്ക് ചാഞ്ഞുന്നു. ഇതേ രൂപത്തിലുള്ള നിരവധി ഉദ്ധരണികൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ എല്ലാം ഇസ്നാദ് ദുർബലാണ്. പക്ഷേ
അത് അസംഭവ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. കാരണം നമ്മളൊരല്പം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഉപരോധ കാലഘട്ടത്തിൽ ആ സ്വഹീഫ ഉപരോധ കരാർ അവർ കഅബാലയത്തിനകത്ത് സൂക്ഷിച്ച സന്ദർഭത്തിൽ ആ കഅബാലയം തുറന്ന സന്ദർഭത്തിൽ ചെതലുകൾ വന്നിട്ട് ആ പേപ്പർ അല്ലെങ്കിൽ ആ കരാറിന്റെ പേപ്പർ തിന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെതലുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുന്നുണ്ട്. ഒരല്പം കൂടെ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അബ്രഹയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലും അബ്രഹ കഅബാലയം തകർക്കാൻ വേണ്ടിയ സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, ചെറിയ അബാബീൽ പക്ഷികളെ വിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചതെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സൈന്യമായിട്ട് വിശ്വാസികളെ സഹായിക്കാൻ ഏതൊരു ജീവജാലങ്ങളെ മലക്കളെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉപയോഗിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട് സൗർ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഈ ഉദ്ധരണികളുടെ ഇസ്നാദ് ഒരല്പം ദഈഫാണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഒരുപക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലാഹു അഅലം, അത്രമാത്രം. ഏതായിരുന്നാലും ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് അവരെ അവിടെ സംരക്ഷിക്കുകയാണ്. ശത്രുക്കൾ ആ ഗുഹാമുഖത്ത് പല രൂപത്തിലായിട്ട് അവരെ പരതി നോക്കി, പക്ഷേ ഒരിക്കലും അവരുടെ ദൃഷ്ടി ഗുഹക്കകത്തേക്ക് പതിഞ്ഞില്ല. പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന രൂപത്തിലുള്ള ആസൂത്രണം നടത്തി ബാക്കി അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അവിടെ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ശത്രുക്കൾ നിരാശരായിട്ട് മടങ്ങി, പക്ഷെ അവർ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ 100 ഒട്ടകവും അവർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഗുഹക്കകത്ത് കഴിയുകയാണ്. ചിന്തിച്ചു നോക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സൗഭാഗ്യം. ആ അത്യപൂർവ നിമിഷത്തിൽ റസൂലുള്ളാഹിനോടൊപ്പം 3 ദിവസം ആ ചെറിയ ഗുഹക്കകത്ത് താമസിക്കാനുള്ള സൗഭാഗ്യം. അത്തരത്തിലൊരു സൗഭാഗ്യം റസൂലുള്ളാഹിന്റെ അനുയായികൾക്കിടയിൽ മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് അനുയായികൾക്ക് പല ആളുകൾക്കും റസൂലുള്ളാഹിന്റെ ആ പ്രൈവറ്റ് സമയം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഈ രൂപത്തിലുള്ള ഒരു സമയം മറ്റാർക്കും ഇതേ രൂപത്തിൽ ലഭിച്ച്, അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത. അങ്ങനെ 3 ദിവസം ആ ഗുഹയിൽ അവർ തങ്ങിയതിനു ശേഷം 3-ാമത്തെ ദിവസം, ആ തിങ്കളാഴ്ച ദിവസം, അവർ നേരത്തെ ഏർപ്പാടാക്കിയിട്ടുള്ള ആ വഴികാട്ടി അബ്ദുല്ലാഹിബ്നു ഉറൈഖീത്ത് എന്നറിയപ്പെടുന്ന അവിശ്വാസിയായിട്ടുള്ള ആള്, അദ്ദേഹം ആ 2 ഒട്ടകവുമായിട്ട് രാത്രി സമയത്ത് ഗുഹാമുഖത്തേക്ക് വരികയാണ്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം ആ അബ്ദുല്ലാഹിബ്നു ഉറൈഖീത്ത് എന്നറിയപ്പെടുന്ന അവിശ്വാസിയോടൊപ്പം അവര് ആ യത്രിബിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് യാത്രക്കിടയിൽ മനോഹരമായിട്ട് നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും ആ റസൂലുള്ളാഹിന്റെ ചര്യകൾ ജീവിതത്തിലുടനീളം പിൻപറ്റി നാളെ അവരോടൊപ്പം ആ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.